ഹായ്, വെൽക്കം ബാക്ക് ടു എം ഗുരു ചാനൽ. നമ്മുടെ ബോർണിയോ സ്കീമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ബോർണിയോ ഡൗൺലോഡിങ് ആൻഡ് ഇൻസ്റ്റാളിങ്, രണ്ടാമത്തെ വീഡിയോയിൽ ബോർണിയോ ഉപയോഗിച്ച് ഫ്ലാഷ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതും കമ്പാറ്റബിൾ ആയിട്ടുള്ള ICs ഫൈൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ വീഡിയോയിൽ ബോർണിയോയിലെ ഹാർഡ്വെയർ സൊല്യൂഷനെ കുറിച്ചിട്ട് വളരെ ഡീപ്പായിട്ട് പറഞ്ഞിരുന്നു. നാലാമത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്ത് പോയത് ഡയോഡ് വാല്യൂ, അതുപോലെ ഡയോഡ് മോഡ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും, ബോർഡിലുള്ള കണക്ടറുകളുടെ ICകളുടെ, അതുപോലെ ബോർഡിൽ വരുന്ന ICയുടെ പാഡുകളുടെ GR വാല്യൂകൾ റെഫറൻസിന് വേണ്ടി എങ്ങനെ ബോർണിയോ സ്കീമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനലിലുള്ള ബോർണിയോ എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയിട്ട് ആദ്യമുള്ള 4 വീഡിയോസ് കാണാം. കാരണം നമ്മളിത് കണ്ടിന്യൂസ് ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 4 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ക്ലാരിറ്റി വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് എങ്ങനെ സർവീസ് ചെയ്യണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തത് ഹാർഡ്വെയർ സൊല്യൂഷനാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഡയോഡ് വാല്യൂ ഉപയോഗിക്കാനായിട്ട് പഠിച്ചു. ഇനി നമ്മുടെ സർവീസിങ് കുറച്ചുകൂടെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട്, പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഓൾറെഡി ട്രെയിനിങ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ സർവീസിങ് കുറച്ചുകൂടെ ഈസി ആക്കാനായിട്ട് നമുക്ക് ബോർണിയോയിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നൊരു ഓപ്ഷനാണ് ബിറ്റ് മാപ്പ്. പല ആൾക്കാരും ബിറ്റ് മാപ്പ് മാത്രം വെച്ച് സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് ബിറ്റ് മാപ്പ് മാത്രം വെച്ച് സർവീസ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്നത്, നമ്മൾ ഈ ബിറ്റ് മാപ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമ്മളൊരു റെഫറൻസ് മോഡൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മോഡൽ എടുക്കുന്നത് ഷോമിയുടെ റെഡ്മി നോട്ട് 8 പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേഗം ആവശ്യമുള്ള സർക്യൂട്ടുകളെല്ലാം ഓപ്പൺ ആക്കാം. ഞാൻ ആദ്യം മൊബൈൽ ഫോണിലെ സെക്ഷനാണുള്ളത്. അതിനുശേഷം ഞാൻ നേരെ മൊബൈൽ ഫോൺ സൊല്യൂഷൻ എടുക്കുന്നു. എന്നിട്ട് നേരെ ആദ്യം ഹാർഡ്വെയർ സൊല്യൂഷനിൽ പോകുന്നു. ഹാർഡ്വെയർ സൊല്യൂഷനിൽ പോയതിന് ശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നിട്ട് ഷോമി സെലക്ട് ചെയ്തു. ഷോമി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എടുക്കുന്നത് റെഡ്മി നോട്ട് 8 പ്രോ ആണ്. അപ്പോൾ നോട്ട് സീരീസിൽ വന്നു. നമുക്ക് എന്ത് കിട്ടി? റെഡ്മി നോട്ട് 8 പ്രോ കിട്ടി. നോട്ട് 8 പ്രോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ബേസിക് ഐഡിയ കിട്ടാനായിട്ട് ഞാനതിൽ കമ്പോണൻറ്റ് നെയിം എന്നുള്ള സെക്ഷൻ എടുക്കുന്നു. അപ്പോൾ ഈ കമ്പോണൻറ്റ് നെയിം എടുക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഇതിലേതാണ് CPU ഉപയോഗിക്കുന്നത്, ഓരോ ICകളും ഏതൊക്കെയാണ് നമ്പർ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിലുകൾ എനിക്ക് കമ്പോണൻറ്റ് നെയിം എന്ന് പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി രണ്ടാമതായിട്ട് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ ഇൻ ഔട്ട് വോൾട്ടേജ്. നമുക്കൊരു ഡെഡ് ഫോണുകളൊക്കെ വരികയാണെങ്കിൽ വോൾട്ടേജ് പവർ സെക്ഷനൊക്കെ ഒക്കെ ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജുകൾ കറക്റ്റായിട്ട് എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. നമ്മൾ സ്കീമാറ്റിക്സിലേക്കൊന്നും പോവാതെ, ഡീപ്പ് ലെവലിലേക്ക് പോവാതെ വളരെ പെട്ടെന്ന് തന്നെ അത് ബോർഡിൽ എവിടെ വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ ഔട്ട് വോൾട്ടേജ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡെഡ് ഫോൺ അല്ല എന്തെങ്കിലും ഒരു സെക്ഷനായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണെങ്കിൽ, അപ്പോൾ ഞാനിവിടെ റെഫറൻസിന് വേണ്ടി എടുക്കുന്നത് ഇതിൽ വരുന്ന ബാക്ക് ക്യാമറയിലുള്ള മാക്രോ ക്യാമറയാണ്. ബാക്ക് ക്യാമറയിൽ വരുന്ന മാക്രോ ക്യാമറേൻ്റെ കണക്ഷൻസാണ് ഞാൻ റെഫറൻസിന് വേണ്ടി എടുക്കുന്നത്. അത് നമുക്ക് ഓരോ സെക്ഷൻ, നിങ്ങൾക്ക് ഏത് കംപ്ലൈൻ്റ് ആണോ വരുന്നത് ആ സെക്ഷൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഈ മാക്രോ ക്യാമറേൻ്റെ സെക്ഷൻ ഞാൻ എടുത്തു. നമുക്കവിടെ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാമറ കംപ്ലൈൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കവിടെ എന്ത് വേണം, അതിൻ്റെ GR വാല്യൂയും കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്യണം. അങ്ങനെ GR വാല്യൂയും കാര്യങ്ങളും മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, ഡയോഡ് മോഡ് വേണം. അപ്പോൾ ഞാനതിൽ എന്തെടുക്കുന്നുണ്ട്, ഡയോഡ് മോഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാമറ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കണക്ടറിലെ വാല്യൂസ് മെഷർ ചെയ്ത് നോക്കാനായിട്ട് ഡയോഡ് വാല്യൂ ആവശ്യമുണ്ട്. ഞാൻ ആ മോഡലിൻ്റെ ഡയോഡ് വാല്യൂ എന്നുള്ളൊരു ഡോക്യുമെൻറ്റും കൂടി ഞാനിവിടെ ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. ഇനി ഈ ഡയോഡ് വാല്യൂ അല്ലാതെ നമുക്ക് ചിലപ്പോൾ ഡെഡ് ഫോണുകളൊക്കെ ആണെങ്കിൽ വോൾട്ടേജിൻ്റെ മുകളിലുള്ള GR വാല്യൂ കൂടി നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മോഡൽ ആഡ് ആയതുകൊണ്ട് നമുക്ക് ഷുവർ അല്ല. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഈ ഹാർഡ്വെയർ സൊല്യൂഷൻ നമുക്ക് മിനിമൈസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരെ ഡയോഡ് വാല്യൂയിൽ പോകുന്നു. ഡയോഡ് വാല്യൂയിൽ പോയതിന് ശേഷം ഇൻ ഔട്ട് വോൾട്ടേജ് എടുക്കുന്നു. അവിടെ നമ്മൾ ഷോമി സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡ്മി നോട്ട് 8 പ്രോ ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നോട്ട് 8 പ്രോൻ്റെ ഇതുവരെ ആഡ് ആയിട്ടില്ല. ഫ്യൂച്ചറിൽ ആഡ് ആവുകയും നമുക്ക് തൽക്കാലം അത് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ഇതിൽ വരുന്ന IC ഓൺ ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് ഓരോ ICകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പവർ IC ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ
പവർ ഐ സി എടുത്തു കഴിഞ്ഞാൽ ആ പവർ ഐ സിൻ്റെ അടിയിലുള്ള ട്രാക്കുകൾ ഓക്കെ ആണ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡയോഡ് വാല്യൂവിൻ്റെ ഐ സി ഓൺ ബോർഡിൽ ഞാൻ ഷോ മീ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ നോക്കുന്നു നോട്ട് എയ്റ്റ് പ്രോ ഉണ്ടോ എന്നുള്ളത്. നമുക്കിവിടെ ഇതിലും നമുക്ക് എന്ത് വരുന്നില്ല, റെഡ്മി നോട്ട് എയ്റ്റ് പ്രോ ആഡ് ആയിട്ടില്ല. ഇപ്പോൾ നോട്ട് എയ്റ്റ് പ്രോ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് അതും കൂടി നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ചെക്ക് ചെയ്യാം. ഇനി നമുക്കിതിൽ വരുന്ന കമ്പോണൻറ്റ് നെയിമിൽ നോക്കാം. ഇതിൽ പവർ ഐ സി ഏതാ വരുന്നത് എന്നുള്ളത് MT6359 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഐ സി ഓൺലിൻ്റെ ഇതിൽ പവർ ഐ സി പവർ എടുക്കുന്നു. MT6359 ഇല്ല, 6358 വരെ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഓപ്പൺ ആക്കി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇന്നൗട്ട് ബോർഡ് ഐ സി ഓൺ ബോർഡിലും ഇന്നൗട്ട് വോൾട്ടിലും ഡയോഡ് വാല്യൂ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ സർവീസ് ചെയ്തതിനെക്കാട്ടി മുന്നേ നിർബന്ധമായിട്ടും അതെന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്ത് വെക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഓപ്പൺ ആക്കാൻ പോകുന്നത് ഇതിൻ്റെ ബിറ്റ് മാപ്പാണ്. അപ്പോൾ നമ്മൾ ബിറ്റ് മാപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് മെയിൻ ബോർഡിൻ്റെ ആണ് വേണ്ടത്, സബ് ബോർഡിൻ്റെ അല്ല. മെയിൻ ബോർഡിൽ മെയിൻ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ശേഷം നമ്മുടെ ബ്രാൻഡ് ഷോമി സെലക്ട് ചെയ്യുന്നു. ഷോമി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് വന്നിട്ട് നമ്മുടെ മോഡൽ നമ്പർ റെഡ്മി നോട്ട് എയ്റ്റ് പ്രോ നോട്ട് എയ്റ്റ് പ്രോൻ്റെ ബിറ്റ് മാപ്പ് ഞാൻ ഓപ്പൺ ആക്കി. അപ്പോൾ ഈ ബിറ്റ് മാപ്പുകളൊക്കെ ലോഡാവാൻ കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ബിറ്റ് മാപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഈ സൈഡ് ടാബിൻ്റെ ആവശ്യം കഴിഞ്ഞു, ഞാൻ അത് മിനിമൈസ് ചെയ്യുന്നു. ഇനി നമ്മൾ നോർമൽ ഐ സി ആയിട്ടുള്ള ഡീറ്റെയിലുകളും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നമുക്ക് ബാക്കിലെ മാക്രോ ക്യാമറയുടെ കണക്ടർ കിട്ടി. പിന്നെ കമ്പോണൻറ്റ് നെയിമിൽ നമ്മൾ നോക്കി, നമുക്ക് മാക്രോ ക്യാമറയാണ് കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ മാക്രോ ക്യാമറയുടെ കണക്ടർ നമുക്ക് ഏതാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ ഫസ്റ്റത്തെ ഓപ്ഷനിൽ കിട്ടി. ഇനി രണ്ടാമത് നമ്മൾ നോക്കുന്നത്, അത് കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ ബാക്ക് ക്യാമറയുടെ കണക്ഷൻസ് എടുക്കുന്നു. ഏതൊക്കെ കണക്ഷനാണെന്നുള്ളത് നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, ഈ കണക്ടറിൽ ഏതൊക്കെ കണക്ഷനാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് നമുക്കിവിടെ സൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കണക്ടറിൽ ഏതൊക്കെ പിന്നുകളാണ് ആവശ്യമുള്ളത് എന്നുള്ളത് നമുക്ക് എന്തായി കൃത്യമായിട്ട് കിട്ടി. നമ്മൾ ചെക്കിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് എന്ത് വേണം, ഡയോഡ് ഓപ്ഷൻ എടുക്കണം. ഡയോഡ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ കണക്ടർ എടുത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഓരോ പോയിൻറ്റിൻ്റെയും റെഫറൻസ് വാല്യൂകൾ നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്യാമറ മാറ്റിയിട്ട് നോക്കിയതാണ്, സെറ്റ് റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിമീറ്റർ വെച്ചിട്ട് GR വാല്യൂ മെഷർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ഈ GR വാല്യൂ മെഷർ ചെയ്യുക എന്നുള്ളതും അതെങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതും നമ്മളിതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഡീപ്പായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു ലൈൻ മിസ്സിങ് കിട്ടി. ഇപ്പോൾ ഇതിൽ ഈ ഏതെങ്കിലും ഒരു ലൈൻ, ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഇവിടെ ഈ ഒരു ലൈനാണ്, 14ഉം 12ഉം. 12ാമത്തെ പോയിൻറ്റും 14ാമത്തെ പോയിൻറ്റും നമുക്ക് വരേണ്ട റീഡിങ് 450 വെച്ചിട്ടാണ്. ആ ലൈനിൻ്റെ പേര് ക്യാമറ F അല്ലെങ്കിൽ M_SCL4 എന്നുള്ളതും SDA4 എന്നുള്ളതും. ആ രണ്ട് ലൈനിൽ നമുക്ക് 450 വരേണ്ട കേസിൽ നമുക്ക് അവിടെ 0 ആണ് കിട്ടുന്നത്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ലൈനായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ഇതിൻ്റെ ഹാർഡ്വെയർ സൊല്യൂഷനിൽ പോവും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും 12ഉം 13 ലൈന് ഇതിലെവിടേക്കാണ് വരുന്നത് എന്നുള്ളത്. നേരെ ഈ ലൈൻ നേരെ വരുന്നു. ആ രണ്ട് ലൈനുകൾ നമ്മൾ ട്രേസ് ചെയ്ത് പോയി. ആ രണ്ട് ലൈനുകൾ നേരെ ട്രേസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, ഈ രണ്ട് ലൈനുകൾ നേരെ പോയിട്ട് എവിടെ പോകുന്നുണ്ട്, നമ്മുടെ CPU എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വാല്യൂ കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, IC എടുത്ത് ICൻ്റെ ഇടയിൽ നിന്ന് ആ കണ്ടറിലേക്ക് നമ്മൾ ജമ്പർ അടിച്ചു കൊടുക്കും. പക്ഷേ ഇത്രയും നോക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ബിറ്റ് മാപ്പ്. അപ്പോൾ ഇതാ മോഡലിൻ്റെ ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഇവിടെ ഇപ്പം നമ്മുടെ സ്ക്രീനിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡിൽ ഏതൊക്കെ ICകൾ ഏതൊക്കെ കമ്പോണൻറ്റുകൾ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഓരോ സോൾഡറിങ് പാഡും വേറെ ഏതൊക്കെ സ്ഥലത്തേക്ക് കണക്ഷൻ ഉണ്ടെന്നുള്ളത് ഒരൊറ്റ അടിക്ക് നമുക്കറിയാനുള്ള ഓപ്ഷനാണ് ബിറ്റ് മാപ്പ് എന്നുള്ളത്. അപ്പം ഒരു സോൾഡറിങ് പാഡ്
അടുത്ത് വേറെ ഏത് പാഡിലേക്കാണ് കണക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ വേറെ ഏത് IC-യിലേക്കാണ് കണക്ഷൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഇടയിൽ കമ്പോണൻറ്റുകൾ ഏതെങ്കിലും വരികയാണെങ്കിൽ ആ ലൈന് മൊത്തമായിട്ട് നമുക്കറിയാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ മാക്രോ ക്യാമറേൻ്റെ ലൈൻ തന്നെ എടുത്തു. മാക്രോ ക്യാമറേൻ്റെ ലൈൻ എടുത്ത സമയത്ത് ഇവിടെ നമുക്ക് നോക്കാം, ഏതാ ലൈനിപ്പോൾ സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കാം, ഈ ഒരു 18ാമത്തെ ലൈൻ, 18ാമത്തെ ലൈനിൽ നേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ലൈന് നേരെ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമറ എം ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ലൈൻ നേരെ ഇവിടെ വന്ന് ഇവിടെ ഒരു കമ്പൗണ്ടിലേക്ക് കയറുന്നു. ഇതിൽ കയറി ഇവിടെ അപ്പം മുകളിലോട്ട് വരുന്നു. അതിന് ശേഷം ഒരു കപ്പാസിറ്റർ ടച്ച് ചെയ്യുന്നു. വീണ്ടും ഒരു കമ്പൗണ്ടിലേക്ക് വന്ന് അത് കയറി ഇറങ്ങിയിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. ഈ ലൈന് നേരെ CP-യിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്യാമറ എം ക്ലോക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ആ ലൈന് കംപ്ലീറ്റ് കാണാം. പക്ഷേ ബിറ്റ് മാപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ കണ്ടറിൻ്റെ മുകളിൽ നിന്ന് ഏതുവരെ മാത്രമേ കിട്ടുള്ളൂ, ഇതുവരെ മാത്രമേ കിട്ടുള്ളൂ. അതായത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത വേറെ ഏതൊക്കെ പോയിന്റിലേക്ക് കണക്ഷൻ വരുന്നുണ്ടെന്നുള്ളത്. അതൊരിക്കലും ആ ലൈനിൻ്റെ ലാസ്റ്റ് വരെ കാണിക്കില്ല. ഒരു കമ്പോണൻറ്റിൻ്റെ സോൾഡറിങ് പോയിന്റിൽ നിന്ന് അടുത്ത് ഏതൊക്കെ സോൾഡറിങ് പോയിന്റുകളിലേക്ക് പോകുന്നു. അത് ഏതെങ്കിലും ഒരു IC-ൻ്റെ ഇന്നാവാം, ഒരു റെസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ആവാം, അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ ഒരു വൺ സൈഡ് ആവാം, കപ്പാസിറ്ററിൻ്റെ സൈഡ് ആവാം, കോയിലിൻ്റെ സൈഡ് ആവാം. ഒരിക്കലും അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത കമ്പോണൻറ്റ്, ആ കമ്പോണൻറ്റിൻ്റെ അടുത്ത പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരെ ബിറ്റ് മാപ്പിൽ വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ ആ ക്യാമറേൻ്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്തല്ലോ. ക്യാമറേൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ലൈനാണ് മിസ്സിങ് ഉള്ളത്, ഈ ഒരു ലൈൻ, ക്യാമറ മാസ്റ്റർ ക്ലോക്ക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4, നാലാമത്തെ ലൈനാണ്. നമ്മൾ നോക്കുക, 1 2 3 നാലാമത്തെ ലൈൻ. ഈ നാലാമത്തെ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ കളർ മാറി. ഈ കളർ ആദ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ കളർ മാറി. അതേ സമയം തന്നെ ആ ഡേ കളർ ഈ കമ്പോണൻറ്റിൻ്റെ മുകളിൽ നമുക്ക് കിട്ടി. ഇതിപ്പോൾ ഇത്ര എടുത്ത് തന്നെ വരണമെന്നില്ല, ബോർഡിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, വരാം. പക്ഷേ ഒരേ ലൈന് വരുന്ന 2 പിന്നുകൾ ഒരേ കളറിലേക്ക് മാറി. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കണ്ണുപെടാനായിട്ട്, ചിലപ്പോൾ ബോർഡിൻ്റെ വേറെ ഭാഗങ്ങളിലോ ബോർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോ നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കളർ മാറിയെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മുടെ സ്ക്രീനിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബ്ലിങ്കിൽ ടിക്ക് ഇടുന്നു. ആ ബ്ലിങ്കിൽ ടിക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ കളർ ചേഞ്ച് വന്ന പിന്നുകൾ ബ്ലിങ്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒന്ന് റെഡിലേക്കും അതിൻ്റെ പഴയ കളറിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ 2 ലൈനുകൾ ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അറിയില്ല, ഈ 2 ലൈനുകൾ തമ്മിൽ ബ്ലിങ്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇതും ചിലപ്പോൾ നമ്മൾ സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് ബോർഡിൽ ചിലപ്പം ഇതേ ലൈൻ തന്നെ ചിലപ്പം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയിൽ എന്ത് ചെയ്യുന്നില്ല, പെടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണ് ഈ ബോർണിയുടെ ബീറ്റ് മാപ്പിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എന്ത് വരുന്നുണ്ട്, ഇവിടെ നമുക്ക് റാറ്റ്സ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ കണ്ടോ, ഈ ബട്ടണിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടൺ എന്താവും, അത് ഓണാവും. അത് ഓണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ജസ്റ്റ് ഇവിടെ നോക്കുക, നമുക്ക് എന്ത് വരാൻ തുടങ്ങി, ഈ 2 പോയിന്റുകൾ, കണക്ഷനുള്ള 2 പോയിന്റുകൾ തമ്മിൽ ബോർണിയിൽ എന്തായി, ഒരു ലൈന് വഴി ജോയിൻ ആയി. നമുക്കിനി നമ്മൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റുകൾ തമ്മിൽ CP-യിലേക്ക് 2 പോയിന്റിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് ഒരു ലൈൻ നേരെ ഇങ്ങോട്ട് പോകുന്നുണ്ട്, നേരെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഒരു കമ്പോണൻറ്റിലും, അതുപോലെ ഇത് വേറൊരു ക്യാമറയുടെ കണ്ടർ കേട്ടോ, ഇവിടെ ഒരു റെസിസ്റ്ററിലേക്കും, അതുപോലെ ഇവിടെ ആ ക്യാമറയുടെ ഒരു പിന്നിലേക്കും പോയി. ഇവിടെ നോക്കുക, ലൈനിൻ്റെ പേര് നമ്മൾ കണ്ട പേര് സെയിം തന്നെയാണ്, ക്യാമറ _F__M_SDA4. ഈ കണ്ടറിലേക്കും വന്നു. അതിനുശേഷം ആ ലൈന് താഴോട്ട് വന്നിട്ട് എവിടേക്ക് പോയി, ബീറ്റ് മാപ്പിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വേറെ എവിടെയെങ്കിലും ക്ലിക്കായി പോയി കഴിഞ്ഞാൽ മൊത്തം മാറും.
നേരെ എവിടേക്ക് തന്നെ പോയി, CPU ഉള്ളിലോട്ട് തന്നെ. ഇവിടുന്ന് ഇങ്ങോട്ട് 1 2 3 4 5 6 8 9ാമത്തെ ലൈനിൽ 1 2 3 4 5ാമത്തെ പിന്ന്. നമുക്ക് ഇവിടെ നോക്കാം, ഈ ലൈന് വരുന്നത് CPU ഉള്ളിൽ ഏത് പിന്നിലേക്കാണുള്ളത്. 1 2 3 4 5 6 7 8 9ാമത്തെ പിന്നിൽ 1 2 3 4 5 5ാമത്തെ ലൈനിലേക്ക് തന്നെയാണ് ആ കണക്ഷൻ വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാർഡ്വെയർ സൊല്യൂഷനിൽ നമ്മളെടുത്തത് ഈ ഒരു സെക്ഷൻ മാത്രമാണ്. നമ്മളെടുത്തത് മാക്രോ ക്യാമറ മാത്രമാണ്. മാക്രോ ക്യാമറ മാത്രം എടുത്തപ്പോൾ എന്ത് കാണിച്ചു, ഈ കണക്ടറിൽ നിന്ന് CPU ലൈൻ മാത്രം. പക്ഷേ ബിറ്റ് മാപ്പിൽ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതേ ലൈന് തന്നെ ഈ ഒരു ക്യാമറ കൺട്രോളിലേക്കും കൂടി പോകുന്നുണ്ടെന്നുള്ളത് കിട്ടി. അപ്പോൾ അത് നമുക്ക് പല കേസുകളിലും പ്രശ്നമായിട്ട് വരാറുണ്ട്. പല ആൾക്കാരും ഈ ഹാർഡ്വെയർ സൊല്യൂഷൻ മാത്രം വെച്ച് സർവീസ് ചെയ്യുന്ന സമയത്ത് ചില ലൈനുകൾ ഷോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പം ഹാർഡ്വെയർ സൊല്യൂഷനിൽ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കില്ല. അതിൽ ബേസിക് ആയിട്ട് വേണ്ട സാധനങ്ങൾ എവിടേക്ക് പോകുന്നത് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിറ്റ് മാപ്പ് തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ടെക്നിക്കലി സ്കീമാറ്റിക് ഡയഗ്രാം ലേഔട്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റണം. അതറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഹാർഡ്വെയർ സൊല്യൂഷൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്തും കൂടി ഉപയോഗിക്കും, ബിറ്റ് മാപ്പും കൂടി. അപ്പോൾ ഈ ബിറ്റ് മാപ്പും കൂടി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി, ഇതേ ലൈന് നമ്മുടെ മാക്രോ ക്യാമറയിലേക്കും പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ മുകളിൽ വരുന്നത് ഇത് ചിലപ്പം ഫ്രണ്ട് ക്യാമറയുടെ കൺട്രോൾ ആയിരിക്കും. അപ്പോൾ ആ ലൈൻ എവിടേക്കും പോകുന്നുണ്ട്, ഫ്രണ്ട് ക്യാമറയിലേക്കും കൂടെ പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ലൈൻ സ്വാഭാവികമായിട്ടും ഇവിടെ ഷോർട്ടോ കാര്യങ്ങളോ കാണിക്കുകയാണെങ്കിൽ അത് ചിലപ്പം ഇതിൻ്റെ ഉള്ളിൽ കംപ്ലൈൻറ്റ് വന്നത് കൊണ്ടും ആവാം. അതായത് നമുക്ക് മാക്രോ ക്യാമറേൻ്റെ കൺട്രോളിൽ പ്രോബ്ലം വന്നത് അതേ ലൈൻ ഫ്രണ്ട് ക്യാമറ കൺട്രോളിലേക്ക് പോകുന്നത് കൊണ്ട് ഫ്രണ്ട് ക്യാമറേൻ്റെ കൺട്രോളിൽ പ്രശ്നം വന്നാലും അത് ഏതിനെ ബാധിക്കും, താഴെയുള്ള മാക്രോ ക്യാമറേനെ ബാധിക്കും. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതേ ലൈൻ ഇവിടെ വേറൊരു കമ്പൗണ്ടിലേക്കും കൂടി ഷെയർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് I2C പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടോക്കോളാണ്. ഈ പ്രോട്ടോക്കോളുകളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കോഴ്സിനെ അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ I2C പ്രോട്ടോക്കോളിൽ സാധാരണയായിട്ട് ഒരു റെസിസ്റ്റർ വഴി നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ഒരു എക്സ്ട്രാ 1.8 വോൾട്ട്. ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ലൈനിൽ നമ്മൾക്ക് ഇവിടെ എന്ത് കൊടുക്കും, ഒരു റെസിസ്റ്ററിലേക്ക് കണക്ഷൻ വന്നല്ലോ. ഈ റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ കഴിയും VIO 1.8 PMQ പവർ IC എന്ന് വരുന്ന ഒരു വോൾട്ടേജും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈനിലേക്ക് എക്സ്ട്രാ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ സൊല്യൂഷൻ മാത്രം നോക്കി സർവീസ് ചെയ്യുകയാണെങ്കിൽ ആ സാധനങ്ങളൊക്കെ നമ്മൾ എന്താവും, സ്കിപ്പായി പോകും. അതുപോലെ തന്നെ ഈ കമ്പൗണ്ടിലേക്ക് കണക്റ്റ് ആയിട്ട് വരുന്നൊരു സാധനമാണ് എന്ത്, ഇവിടെ C730 എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റർ. രണ്ടും സെയിം ലൈനാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ ഒന്നുകൂടെ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ താഴെയാണ് നമ്മൾ നോക്കുന്നത് മാക്രോ ക്യാമറയാണ്. പക്ഷേ അതേ ലൈനിൽ തന്നെ വരുന്നതാണ് ഏത്, ഈ ഒരു കപ്പാസിറ്ററും. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ കപ്പാസിറ്റർ കാണിച്ചിട്ടില്ല. ആ കപ്പാസിറ്റർ അത് അവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ റെസിസ്റ്ററിൻ്റെ ലൊക്കേഷൻ. ഈ ബോർഡിൽ ഇപ്പോൾ റെസിസ്റ്റർ ഇല്ല, പക്ഷേ ഈ കപ്പാസിറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ഇഷ്യൂ എന്താണ്, നിങ്ങൾ ടെക്നിക്കലി ഫിറ്റ് അല്ലാത്ത ആളാണ്, നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ബേസിക് സർവീസും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്രോ ക്യാമറ വർക്ക് ചെയ്യാത്ത പ്രശ്നം വന്നു. മാക്രോ ക്യാമറ വർക്ക് ചെയ്യാത്ത പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ ലൈന് ചെക്ക് ചെയ്തു. ഈ ലൈന് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ നിങ്ങൾ ഏതായിട്ട് കമ്പയർ ചെയ്ത് നോക്കി, ഡയോഡ് വാല്യൂലുള്ള വാല്യൂ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഈ കമ്പയർ ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ 0.0450 വാല്യൂ കിട്ടണം. പക്ഷെ നമുക്ക് കിട്ടുന്നത് 0 ആണ്. 0 ആണെങ്കിൽ നമ്മൾ നോക്കുന്നത് അത് എവിടുന്നാണ് വരുന്നത്, നമ്മൾ നോക്കുമ്പോൾ എവിടുന്ന് വരുന്നുണ്ട്, ആ ലൈന് നേരെ പോകുന്നത് CPU ഉള്ളിലോട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, CPU ഷോർട്ടാന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ബിറ്റ് മാപ്പ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അതേ ലൈനിൽ വരുന്നതാണ് ഈ കണക്ടറും അതുപോലെ ഈ ഒരു കപ്പാസിറ്ററും. ഈ കപ്പാസിറ്ററിൻ്റെ മുട വെള്ളമായിട്ടുണ്ടെങ്കിൽ, ആ കപ്പാസിറ്റർ ഷോർട്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ എന്താവും, ഷോർട്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പം ടെക്നിക്കലി സ്കീമാറ്റിക് ഒന്നും നോക്കാനുള്ള ടെക്നിക്കൽ ഐഡിയ ഇല്ലെങ്കിലും പ്രാക്ടിക്കലിൽ നിങ്ങൾ നല്ല അടിപൊളിയാവും. അപ്പോൾ നിങ്ങൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ CPU എടുത്തുകൊണ്ട് റീബോൾ ചെയ്യും. പക്ഷേ CPU എടുത്ത് റീബോൾ ചെയ്താൽ നമ്മുടെ കംപ്ലൈൻറ്റ് മാറില്ല. കാരണം നമ്മൾ ഇഷ്യൂ കിടക്കുന്നത് എവിടെയാണ്, ഈ ഒരു ചെറിയ കപ്പാസിറ്ററിലാണ്. അത്
കറക്റ്റ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് സ്കീമാറ്റിക് ഡയഗ്രം നോക്കാനുള്ള നല്ല എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും നല്ല രീതിയിൽ കോഴ്സും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. അതല്ലാത്ത കേസിൽ ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് മാപ്പാണ്. അപ്പോൾ ഇതിന് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ കുറച്ച് ഒരു ട്രിക്ക് യൂസ് ചെയ്യാനും ചെറിയ നോളജും മതി. അപ്പോൾ ഈ ലൈന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി, താഴെയുള്ള ക്യാമറേൻ്റെ മുകളിൽ കംപ്ലൈൻറ്റ് വന്നാൽ CPU മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അതേ ലൈൻ ഷെയർ ചെയ്യുന്ന കമ്പോണൻറ്റ് മുകളിൽ വരുന്നുണ്ട്, അവിടെ കൂടെ ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഈ സാധനം ഈ ഒരൊറ്റ രജിസ്റ്റർ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ആ ക്യാമറ അവിടെ ശരിയാവും, അല്ലെങ്കിൽ ആ കപ്പാസിറ്റർ നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തട്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് അവിടെ ശരിയാവും. നമ്മൾ വെറുതെ CPU കാര്യങ്ങളൊന്നും റീബോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം കൂടി കാണുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും, ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് ബേസിൽ ബിറ്റ് മാപ്പ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് ഹാർഡ്വെയർ സൊല്യൂഷനെ മാത്രം ഡിപ്പെൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത കേസ് നമ്മൾ ഈ ക്യാമറേൻ്റെ സെക്ഷൻ തന്നെ നമുക്ക് നോക്കാം. ഈ ക്യാമറേൻ്റെ സെക്ഷനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈന് കാണാം. ഈ ലൈനിൽ ക്യാം AVDD 2.8, ഈ 2P8 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വോൾട്ടേജ് ആണെന്ന് നിങ്ങൾക്ക് ബേസിക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരാം ക്യാം DVDD 1P8, ഇവിടെ വീണ്ടും എന്തുണ്ട്, DVDD 2.8 ഉണ്ട്. പിന്നെയോ ക്യാം VCM 2.8. ഇങ്ങനെ ഒരു 3-4 വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് വരുന്നുണ്ട്. ഇവിടെ 2.8, ഒരു 2.8, ഇവിടെ ഒരു 2.8 വന്നു. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു 1.8 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 22 എന്നുള്ള ലൈന് നമുക്ക് വീണ്ടും ഡയോഡ് വാല്യൂയിൽ വരാം. 22ാമത്തെ പിന്നിൽ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്, ഇവിടെ ക്യാം DOVDD എന്ന് പറഞ്ഞിട്ട് 1.8. നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് GR മെഷർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കിട്ടേണ്ട വാല്യൂ 0.334 ആണ്. പക്ഷെ നിങ്ങൾ മൾട്ടി വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് അവിടെ നിങ്ങൾക്ക് എത്ര കിട്ടി, 00 കിട്ടി. 00 കിട്ടിക്കഴിഞ്ഞാൽ ഡയോഡ് വാല്യൂ എടുക്കുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ആ ലൈൻ ഷോർട്ടാണ്. ആ ലൈൻ ഷോർട്ട് ആകുമ്പോൾ നമ്മൾ വീണ്ടും എവിടേക്ക് വന്നു, ഹാർഡ്വെയർ സൊല്യൂഷനിൽ വന്നു. ഹാർഡ്വെയർ സൊല്യൂഷനിൽ നമുക്ക് ആ ലൈൻ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈന് നേരെ വരുന്നു, ഇവിടെ ഒരു കപ്പാസിറ്റർ, ഇവിടെ ഒരു കപ്പാസിറ്റർ, അതിനുശേഷം ആ ലൈന് നേരെ ഇവിടെ പോകുന്നു, ഇവിടെ വീണ്ടും ഒരു കപ്പാസിറ്റർ, നേരെ എവിടേക്ക് വന്നു, നമ്മുടെ പവർ ICയിലേക്ക് ലൈന് വന്നു. അപ്പോൾ നമ്മുടെ കണ്ണിൽ ഒന്നുകിൽ പവർ IC അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ, ഈ 2 കപ്പാസിറ്റർ എടുക്കാം, 3 കപ്പാസിറ്ററിലേക്കാണ് അത് പോകുന്നത്. ചില സമയങ്ങളിൽ ഈ 3 കപ്പാസിറ്റർ തട്ടിക്കഴിഞ്ഞാൽ എന്താവില്ല, ഇത് ശരിയാവാറില്ല. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാവുന്ന ബിറ്റ് മാപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വീണ്ടും മാക്രോ ക്യാമറയിലേക്ക് വന്നു. മാക്രോ ക്യാമറയിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ ലൈന്. ഈ ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം VCAM IO എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 2 കപ്പാസിറ്ററിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, മിനിമൈസ് ചെയ്തു. മിനിമൈസ് ചെയ്യുന്ന സമയത്ത് അതേ ലൈന് ഇവിടെ പോകുന്നുണ്ട്, പവർ ICൻ്റെ അടുത്തുള്ള ഒരു കപ്പാസിറ്ററിലേക്ക് പോകുന്നുണ്ട്, പവർ ICയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ സെയിം ലൈനിൽ തന്നെ വരുന്നതാണ് നമ്മുടെ മെയിൻ ക്യാമറയുടെ ഒരു കണക്ടറുള്ള ഒരു പിന്നും ഇവിടെ 2 കപ്പാസിറ്റർ. പക്ഷെ അത് നമ്മൾ ഹാർഡ്വെയർ സൊല്യൂഷനിൽ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെയുള്ള കപ്പാസിറ്ററിലേക്ക് അത് ടച്ച് വന്നിട്ടില്ല. ഇനി വീണ്ടും നമ്മൾ ബിറ്റ് മാപ്പ് എടുത്തു, ആ ലൈന് നമ്മൾ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലൈന് വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അടുത്ത ക്യാമറ കണക്ടർ കിട്ടി. അതിൻ്റെ അടുത്തും എന്ത് വരുന്നുണ്ട്, ആ ലൈനിൽ 2 കപ്പാസിറ്റർ വരുന്നുണ്ട്. ആ 2 കപ്പാസിറ്ററിലേക്കും ഈ സെയിം വോൾട്ടേജ് പോകുന്നുണ്ട്. വീണ്ടും നമ്മുടെ മുകളിൽ ക്യാമറ കണക്ടറിലേക്ക് വന്നു, ഇവിടെ എന്ത് വരുന്നുണ്ട്, 2 കപ്പാസിറ്ററിൽ വന്നു. വീണ്ടും അടുത്ത കണക്ടറിലേക്ക് പോയി, അതിൻ്റെ മുകളിലും എന്ത് വന്നു, 2 കപ്പാസിറ്ററിലേക്ക് ഈ സെയിം ലൈന് കണക്റ്റഡ് ആയി. നമ്മൾ ഹാർഡ്വെയർ സൊല്യൂഷനിൽ നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയത് പവർ ICൻ്റെ അടുത്ത് ഒരു കപ്പാസിറ്ററും ക്യാമറ കണക്ടറിൻ്റെ അടുത്ത് 2 കപ്പാസിറ്ററും. ഈ 3 മാത്രം തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈന് ശരിയാവണ്ടയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ 3 തട്ടും, ലൈനിൽ ഷോർട്ട് പോയില്ല, നമ്മൾ നേരെ എന്ത് ചെയ്യും, പവർ IC എടുക്കും, റീബോൾ ചെയ്തിടും, ഷോർട്ട് പോകുന്നില്ല, പവർ IC മാറ്റിയിടും, ഷോർട്ട് പോകുന്നില്ല, ചിലപ്പോൾ ഒരു പവർ ICയും കൂടി നിങ്ങൾ മാറ്റിയിടും, അപ്പോഴും എന്താവുന്നില്ല, ഷോർട്ട് പോകുന്നില്ല. പക്ഷേ ബിറ്റ് മാപ്പ് കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലോ,
ഈ ബിറ്റ് മാപ്പിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അത് പവർ ഐസിയും ആ 3 കപ്പാസിറ്ററും മാത്രമല്ല, ഈ ഫസ്റ്റത്തെ ക്യാമറ കണ്ടറിൻ്റെ അടുത്ത് 2 കപ്പാസിറ്റർ, രണ്ടാമത്തെ ക്യാമറ കണ്ടറിൻ്റെ അടുത്ത് ഇവിടെ 2 കപ്പാസിറ്റർ, ഇതിൽ ഈ 2 എണ്ണം, ഇതിൽ ഈ 2 കപ്പാസിറ്റർ, ഇവിടെ ഈ 2 കപ്പാസിറ്റർ, അപ്പോൾ മൊത്തം 6 കപ്പാസിറ്റർ വന്നു. പിന്നെയോ ഇവിടെ 2 കപ്പാസിറ്റർ, 8 കപ്പാസിറ്റർ, 9, ഇവിടെ ഒരു കപ്പാസിറ്റർ 10, ഇവിടെ 2, മൊത്തം ആ ലൈനിൽ എത്ര കപ്പാസിറ്റർ വരുന്നുണ്ട്? 12 കപ്പാസിറ്റർ വരുന്നുണ്ട്. ആ 12 കപ്പാസിറ്ററിൽ ഏതെങ്കിലും ഒന്ന് ഷോർട്ടായാലും നമ്മുടെ ഈ ലൈനിൽ നമുക്ക് എന്ത് കിട്ടില്ല? വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 0 കിട്ടുള്ളൂ. ഇത് നമുക്ക് ഈ ഹാർഡ്വെയർ സൊല്യൂഷൻ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? റിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഹാർഡ്വെയർ സൊല്യൂഷൻ മാത്രം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ ഫോണുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായി പോകും? റിട്ടേൺ ആയിട്ട് പോകും. പക്ഷേ ഹാർഡ്വെയർ സൊല്യൂഷൻ്റെ കൂടെ ഡയോഡ് വാല്യൂ യൂസ് ചെയ്തു, അതിൻ്റെ കൂടെ നിങ്ങൾ ബിറ്റ് മാപ്പും കൂടി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലായി ആ ലൈനിൽ എത്ര കമ്പോണൻറ്റുകൾ കണക്റ്റഡ് ആണ്, അത് ബോർഡിൽ എവിടെയൊക്കെ വരുന്നു, എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ നോളജും കൂടി കിട്ടുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വീണ്ടും അടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ സർവീസിനെ പുഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഹിൻറ്റുകളുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു മാക്രോ ക്യാമറ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറനെ ബേസ് ചെയ്ത് പറഞ്ഞ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ടെക്നിക്കൽ നോളജും കുറച്ച് ട്രിക്സും കാര്യങ്ങളും ഉപയോഗിക്കാൻ അറിയുകയാണെങ്കിൽ ഇതേ സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് സെക്ഷനിലെയും ഏത് ലൈനും കണ്ടുപിടിക്കാനും, അതുപോലെ ഡെഡ് ഫോണുകൾ വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് നോക്കാം. ഡെഡ് ഫോണുകൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൂടുതലായിട്ട് നമുക്ക് പ്രശ്നം വരാറ് ഇൻ ഔട്ട് വോൾട്ടേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഇൻ ഔട്ട് വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇൻ ഔട്ട് വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യണം. ഓരോ കപ്പാസിറ്ററുകളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡയോഡ് വാല്യൂവിൽ കാണിച്ചിരുന്നു, ചില മോഡലുകളുടെ ഡയോഡ് വാല്യൂവിൽ ഇൻ ഔട്ട് വോൾട്ടേജിൻ്റെ GR വാല്യൂ കൂടി ആഡ് ആയിട്ടുണ്ട്. ഇത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ഡയോഡ് വാല്യൂ എന്നുള്ള വീഡിയോ എടുത്ത് നോക്കുക, അതിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് C4708 എന്നുള്ള ഈ കപ്പാസിറ്ററിൽ നിങ്ങൾ നോക്കുക, C4708 ഇവിടെ എന്ത് കാണിക്കുന്നുണ്ട്? VSYS അല്ലെങ്കിൽ സിസ്റ്റം വോൾട്ടേജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്തു, നിങ്ങൾക്ക് 00 കിട്ടി. പക്ഷെ അത് ഈ ഒരു കപ്പാസിറ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ റെഡി ആവണമെന്നില്ല. നമുക്ക് നോക്കാം, നമ്മുടെ CPU താഴെ വരുന്ന ICൻ്റെ അടുത്ത് കോയിൽ വരുന്നുണ്ട്, അതിൻ്റെ മുകളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു, ഇതാണ് നമ്മുടെ CPU താഴെ വരുന്ന നമ്മുടെ IC വന്നു, ആ ICൻ്റെ അടുത്ത് നമുക്ക് ഒരു കോയിൽ വന്നു, അതിൻ്റെ മുകളിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം, കമ്പൗണ്ടിൻ്റെ പേര് C4708. അപ്പോൾ നമ്മൾ ബിറ്റ് മാപ്പിൽ വരുന്നു C4708. ഈ ഒരു കപ്പാസിറ്ററിലാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഷോർട്ട് കിട്ടിയത്. പക്ഷെ ഇത് തട്ടിയപ്പോൾ ഷോർട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ബിറ്റ് മാപ്പ് എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് ആ കപ്പാസിറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു കപ്പാസിറ്റർ ബോർഡിൽ വേറെ ഏതൊക്കെ കമ്പോണൻ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഈ വോൾട്ടേജുകൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ എവിടെ ഷോർട്ട് വന്നാലും നമുക്ക് ഈ കപ്പാസിറ്ററിൽ അറിയാനായിട്ട് പറ്റും. ഞാൻ ഡീപ്പിലേക്ക് പോകുന്നില്ല, ഇത്രയേ പറയുന്നുള്ളൂ. മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഹാർഡ്വെയർ സൊല്യൂഷൻ, ഡയോഡ് വാല്യൂ, ബിറ്റ് മാപ്പ്, കമ്പോണൻറ്റ് നെയിം, ഇതെല്ലാം സ്റ്റാൻഡ് അലോൺ ആയിട്ട്, അതായത് ഒരു സാധനം മാത്രമായിട്ട് ഉപയോഗിക്കേണ്ട കേസല്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാം ഒന്നിൻ്റെ കൂടെ ഒന്നായിട്ട് ആഡ് ചെയ്ത് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്കിമാറ്റിക്സും ലേഔട്ടും കൂടി ഉപയോഗിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100% അല്ലെങ്കിൽ ഒരു 80%ലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഒരു 50 to 60% ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതി. ഹാർഡ്വെയർ സൊല്യൂഷൻ, ഡയോഡ് വാല്യൂ, ബിറ്റ് മാപ്പ്, ഇത് മൂന്നും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ തന്നെ സർവീസിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ടെക്നിക്കലായിട്ട് ICൻ്റെ ഉള്ളിലെ കണക്ഷനെ കുറിച്ചിട്ടോ സിഗ്നലുകളുടെ പേരുകളെ കുറിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ വാങ്ങുന്ന ഒരു ബോർണിയോ, ഒരു 3500 അല്ലെങ്കിൽ 4500 കൊടുത്ത് നിങ്ങൾ മേടിക്കുന്ന ഒരു ബോർണിയോ വെച്ചിട്ട് നിങ്ങളുടെ സർവീസിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ 3-4 വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. 1-2 തവണ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അടുത്തുള്ള സ്ക്രാപ്പ് ബോർഡുകളിലോ സ്പെയർ ബോർഡുകളിലോ ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും? ഈ കാര്യങ്ങളിലൊരു ഐഡിയയും കാര്യങ്ങളും കിട്ടും. അപ്പം
ഇതിൽ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ 1-2 കാര്യങ്ങളും കൂടി ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ കണക്ടറൊക്കെ നമ്മൾ എണ്ണി നോക്കിയതാണ് അല്ലേ. ഈ മാക്രോ ക്യാമറയുടെ കണക്ടർ നമ്മൾ 8ാമത്തെ പിന്നാണോ 50ാമത്തെ പിന്നാണോ എന്നൊക്കെ നമ്മൾ എണ്ണി നോക്കിയതായിരുന്നു. ഈ പിൻ നമ്പറൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഷോ പിൻ നെയിം എന്ന് പറഞ്ഞൊരു ചെറിയ ടിക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ മൗസ് പോയിന്റർ ഒന്നുകൂടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം. താഴെ ഭാഗത്ത് നമുക്ക് ഫസ്റ്റത്തെ ടിക്ക് ഇടാനുള്ള ഓപ്ഷനാണ് ഷോ പിൻ നെയിം. ഇതിൽ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കണക്ടറിൻ്റെ ഉള്ളിലും ഓരോ കമ്പോണൻറ്റിൻ്റെ മുകളിലും ഓരോ ICയിലും വരുന്ന പിന്നുകളുടെ എണ്ണം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സ്കീമാറ്റിക്സ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുള്ളാണ്. ബോർണിയോ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിൻ നെയിമും കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. ഇത് ഇങ്ങനെയുള്ള കൺട്രോളിൻ്റെ മുകളിൽ മാത്രമല്ല, നമ്മുടെ ICൻ്റെ മുകളിൽ പവർ IC ആണെങ്കിലും CPU ആണെങ്കിലും ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് പിന്നുകൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. പക്ഷേ ആ ഓപ്ഷനും ഇതിലുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഡയോഡ് വാല്യൂവിൽ വരുന്ന ഏത് ഓപ്ഷൻ, നമ്മൾ ബിറ്റ് മാപ്പ് ക്ലോസ് ചെയ്തു, ഡയോഡ് വാല്യൂ എടുത്തു, IC ഓൺ ബോർഡ് എടുത്തു, എന്നിട്ട് നമ്മൾ മോഡൽ സെലക്ട് ചെയ്തു. തൽക്കാലം ഞാൻ ഈ IC അല്ല, ഏതെങ്കിലും ഒരു IC ആണ് എടുക്കുന്നത്, ഏതെങ്കിലും ഒരു മോഡൽ എടുക്കുന്നത്, പോക്കോ C3. അപ്പോൾ ഈ ബോർഡിൽ നിങ്ങൾ പവർ IC ഊരി പവർ ICൻ്റെ ഇടയിലുള്ള ട്രാക്കുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പിന്നിൽ ഷോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പിന്നെ കറക്റ്റ് എവിടേക്ക് പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു മോഡൽ സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് എന്തൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ലോഡ് ആവുന്നുള്ളൂ, സെർവർ ചിലപ്പം കുറച്ച് ബിസി ആയിരിക്കും. ഓക്കെ, കുറച്ച് സ്ലോ ആയിട്ടൊന്ന്. ഇത് കണ്ടല്ലോ, ഇത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്താണ്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ പോയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ICൻ്റെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഗ്രൗണ്ടിലും റെഡ് പ്രോബിനെ കൊണ്ട് നിങ്ങൾ വാല്യൂ മെഷർ ചെയ്തു. ഇവിടെ നമുക്ക് 451 വാല്യൂ കിട്ടണം, നിങ്ങൾക്ക് 00 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ആ ലൈന് ഷോർട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ബിറ്റ് മാപ്പ് എടുക്കുന്നു, എന്നിട്ട് ആ ട്രാക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കറിയാൻ പറ്റും ആ ട്രാക്ക് ഏതൊക്കെ കമ്പൗണ്ടിലേക്ക് പോകുന്നുണ്ട്, ഏതൊക്കെ കമ്പൗണ്ടുകളെ നമ്മൾ സംശയിക്കണം എന്നുള്ളത്. ഇനി ഇതിൽ ഞാൻ വേറൊരു കാര്യം കൂടി, ചെറിയ കാര്യം കൂടി വിട്ടുപോയിരുന്നു, അതും കൂടി പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ക്യാമറ റീസെറ്റ് അല്ലേ, മാക്രോ ക്യാമറയുടെ അവിടെ റീസെറ്റ് ലൈൻ നമ്മൾ പറഞ്ഞിരുന്നു. ഈ 18ാമത്തെ പിന്നിൽ റീസെറ്റ് ലൈൻ അല്ല, ക്യാമറ ക്ലോക്ക് ലൈൻ വന്നു. ഈ ക്ലോക്ക് ലൈൻ വന്നിട്ട് നേരെ കമ്പൗണ്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ സൊല്യൂഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ലൈന് ഫുള്ള് കാണും. പക്ഷേ ബിറ്റ് മാപ്പിൽ എന്തുവരെ വരുന്നുള്ളൂ, ഇതുവരെ മാത്രം. ഇനി ഇവിടുന്ന് നെക്സ്റ്റ് അത് എവിടേക്ക് പോകുമെന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അടുത്ത കമ്പോണൻറ്റിൻ്റെ അടുത്ത ലെഗിൽ ക്ലിക്ക് ചെയ്യാം. അടുത്ത ലെഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി, ഈ ലൈന് നേരെ 2 കപ്പാസിറ്റർ ടച്ച് ചെയ്തിട്ടാണ് അടുത്ത കോയിലിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മുടെ മാക്രോ ക്യാമറയുടെ കണക്ഷനിൽ ഈ ഒരു കപ്പാസിറ്ററിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ബിറ്റ് മാപ്പിൽ ഇതിൻ്റെ 2ാമത്തെ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് പിന്നെ നെക്സ്റ്റ് എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പോകുന്നത് CPയിലേക്ക് തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം CPയിലേക്ക് തന്നെയാണ് ലൈന് പോകുന്നത്. അപ്പോൾ ഹാർഡ്വെയർ സൊല്യൂഷനും അതുപോലെ ബിറ്റ് മാപ്പും രണ്ടും സെപ്പറേറ്റ് ഉപയോഗിക്കാനുള്ള സാധനമല്ല, രണ്ടും നമ്മൾ ഒപ്പം എന്ത് ചെയ്യണം, ക്ലബ് ചെയ്ത് യൂസ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മുടെ ഡയോഡ് മോഡ് എന്നുള്ള ഫംഗ്ഷനും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസിങ് നമുക്ക് സ്മൂത്തായിട്ട്
കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റൈറ്റ്സ് ലൈന്, ഒന്ന് ബ്ലിങ്ക് ചെയ്യാനുള്ളത്, പിന്നെ ഷോ പിൻ നെയിം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ നമ്മൾ 2 എക്സാമ്പിൾ കാണിച്ചു തന്നു. ഒരു ലൈന് നമ്മൾ ഹാർഡ്വെയർ സൊല്യൂഷനിൽ വരുന്ന വ്യത്യാസം, ബിറ്റ് മാപ്പിലേക്ക് വരുന്ന വ്യത്യാസം, അതുപോലെ ഒരു വോൾട്ടേജ് ലൈൻ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് കമ്പൗണ്ടുകൾ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തന്നു. ഇനി ഇവിടെ വേറെ കുറച്ച് എക്സ്ട്രാ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഓവർ ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം മുന്നുള്ള 2 വീഡിയോ നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ട ആളാണെങ്കിൽ ഈ വീഡിയോൻ്റെ കാര്യങ്ങളിൽ ഇത്രമാത്രം കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു 1 2 തവണ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് ക്ലിയർ ആവുള്ളൂ. ഈ ഏതെങ്കിലും ഒരു സ്പെയർ ബോർഡ്, നിങ്ങളുടെ കയ്യിലുള്ളൊരു സ്പെയർ ബോർഡോ മോഡലോ എടുത്തുകൊണ്ട് ഓരോ സൊല്യൂഷനും ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് ഈ ചെക്കിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും വേറെ എക്സ്ട്രാ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പറ്റുന്ന പോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.